ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും മെഫ്രൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മസാലപ്പുളി പെട്ടെന്ന് ഒരു മസാലപ്പുളി തയ്യാറാക്കാം. അതിന് വേണ്ട ചേരുവകൾ: ഒരു തേങ്ങ ചെരുവിയെടുത്തത്, അതേപോലെ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു വാളം പുളി പിഴിഞ്ഞ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് എത്രയുണ്ട് അത്. പിന്നെ അടുത്ത നമുക്ക് വേണ്ടത് കടുക് വറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ, കടുക്, ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചത്, വറ്റൽമുളക്, കറിവേപ്പില. നമുക്ക് തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കാം. അടുപ്പ് കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് വെറുതെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട, വെറുതെ നമുക്ക് തേങ്ങ ചൂടാക്കി എടുക്കാം. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, തേങ്ങ ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഒരു തേങ്ങ ചെരുവി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ചുമന്ന് വരണം. ഇപ്പോൾ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലാസ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ഒന്നേകാൽ സ്പൂൺ മുളക് പൊടി. ഇപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ്. നമുക്ക് നന്നായിട്ട് ഒന്നും വെപ്പിച്ചെടുക്കാം. അപ്പോൾ മല്ലിയുടെ മുളകിൻ്റെ ഒക്കെ നല്ല പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിന് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് പുളി പിഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ആദ്യം അത് അരയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഈ പുളി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് അപ്പോൾ തേങ്ങ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. വാളംപുളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കി എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ചിടാം. ചിലർക്ക് ഉപ്പ് നല്ലോണം വേണം, ചിലർക്ക് ഉപ്പ് കുറച്ച് മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇടാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് മറിയുമ്പോഴാണ് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി അത് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ അത് പുളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ജാറ് കലക്കിയിട്ട് വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി നമ്മൾ വേറെ കഷ്ണമൊന്നും ഇടുന്നില്ലല്ലോ, വെജിറ്റബിൾസ് ഒന്നും ഇതിന് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി നമ്മുടെ ഈ തേങ്ങ അരച്ചതൊക്കെ നന്നായിട്ട് ഇതിലേക്ക് കട്ടയില്ലാതെ ഇളക്കി ചേർക്കണം. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നേരത്തെ ചേരുവകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാതിരുന്നൊരു സാധനമായിരുന്നു, മറന്നുപോയത്. നമ്മൾ പുളിയും അതേപോലെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു കഷ്ണം ശർക്കര അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പുളി തിളച്ച് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കതിനെ കടുക് വറുത്തിടാം. നമുക്ക് കടുക് വറുക്കാം. ചൂടാതെ
നമ്മൾ ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ വയ്ക്കാം. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടത് കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകുണ്ട് അതിലേക്ക് കടുക് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം നന്നായി മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിവേപ്പിലേക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ മസാലപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു രൂപമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.